സിനിമാ ലോകത്തേക്ക് പുതുതായി കടന്നു വന്ന അറബ് രാജ്യമാണ് സൗദി അറേബ്യ. പക്ഷേ അമ്പരപ്പിക്കുന്ന സിനിമകളാണ് സൗദിയിൽ നിന്ന് പുറത്തു വരുന്നത്. 70-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 100-ലധികം സിനിമകൾ പ്രദർശിപ്പിക്കപ്പെട്ട ജിദ്ദ റെഡ് സീ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ സമാപിച്ചിരിക്കുന്നു. മധ്യപൂർവ്വ ദേശത്ത് ഇതിനകം ശ്രദ്ധ നേടിയ റെഡ് സീ ചലച്ചിത്രമേള അറബ് ചലച്ചിത്രങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വേദി കൂടിയാണ്. സൗദിയിൽ നിന്ന് വിവിധ വിഭാഗങ്ങളിലായി 40ഓളം സിനിമകൾ പ്രദർശിപ്പിക്കപ്പെട്ടു. വനിതാ സംവിധായകർക്ക് കൂടുതൽ പ്രാതിനിധ്യം ലഭിച്ച മേളയിൽ സൂക്ക് പ്രൊജക്റ്റ് എന്ന പുതിയ ചലച്ചിത്ര പ്രവർത്തകർക്കുള്ള ഫണ്ട് നൽകുന്ന പദ്ധതിയിൽ 42% വനിതാ ചലച്ചിത്ര പ്രവർത്തകരായിരുന്നു എന്നത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. Hi, my name is Grace Yakubu. I'm a film producer and director from Nigeria. This is my first time in Red Sea. It's an amazing, beautiful place and a place where I have experienced and networked with a lot of filmmakers. It's extraordinary. I'll definitely be back next year. Thank you very much. ഇന്ത്യയിൽ നിന്ന് ഹ്രസ്വചിത്ര മത്സര വിഭാഗത്തിൽ അനാമിക പാൽ സംവിധാനം ചെയ്ത നിപ്പാനിയ ശ്രദ്ധ നേടി. ന്യൂ വിഷൻ വിഭാഗത്തിൽ പ്രിയങ്ക പാത്രയുടെ ഏർലി ഡേയ്സ് പ്രദർശിപ്പിച്ചു. ലോക സിനിമയിലെ പഴയകാല ഹിറ്റുകൾ പ്രദർശിപ്പിച്ചപ്പോൾ മുസഫർ അലി സംവിധാനം ചെയ്ത് രേഖ അഭിനയിച്ച ഉംറ ഓ ജാൻ ഇടം നേടി. പ്രശസ്ത ഇന്ത്യൻ ചലച്ചിത്ര നടി ആലിയ ഭട്ടിന് ഗോൾഡൻ ഗ്ലോബ്സ് ഹൊറൈസൺ അവാർഡ് മേളയിൽ കൈമാറി. രേഖ, ഐശ്വര്യ റായ്, സൽമാൻ ഖാൻ, കാർത്തിക് ആര്യൻ എന്നിവരും സംവിധായകൻ മുസഫർ അലിയും ഇന്ത്യയിൽ നിന്ന് മേളയിൽ പങ്കെടുത്തു. ലോകത്താദ്യമായി രോഹിംഗ്യൻ ഭാഷയിലുള്ള സിനിമ അവതരിപ്പിക്കപ്പെട്ട മേള കൂടിയാണ് റെഡ് സീ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ. അറബ് ലോകത്ത് ഏറെ ശ്രദ്ധേയമായ സിനിമകൾ ഇറാഖിൽ നിന്നുള്ളതാണെന്ന് കൂടി ഈ സിനിമാ മേള തെളിയിക്കുന്നു. ജിദ്ദയിലെ റെഡ് സീ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നിന്നും ദ മലയാളം ന്യൂസിനു വേണ്ടി അഷ്റഫ് തൂണേരി.